ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഭരണകൂടം പിന്തുണയോടെ ഇസ്ലാമിക മതതീവ്രവാദികൾ നടത്തുന്ന അതിക്രമം ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിന് നൽകുന്നതും അപകടകരമായ സൂചനയാണെന്ന് പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ പ്രധാനമായും വിലയിരുത്തുന്നത്. ഇന്ത്യയിലും കേരളത്തിലും പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ വലിയ അപകടങ്ങളാണ് ഹൈന്ദവ സമൂഹത്തെ പ്രധാനമായും കാത്തിരിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ആസൂത്രിത നീക്കങ്ങളെ കരുതിയിരിക്കേണ്ടിയിരുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും 1980-കൾക്ക് മുമ്പ് കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് തീവ്രവാദത്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അവസാനം ഒരു കൈയിൽ തീയും മറുകൈയിൽ വാളുമായി ഒന്നെങ്കിൽ നാടുവിടുക അല്ലെങ്കിൽ മതം മാറുകയെന്ന ഇസ്ലാമിക ഭീകരവാദികൾ ആക്രോശിച്ചപ്പോൾ മാത്രമാണ് സത്യമെല്ലാവരും മനസ്സിലാക്കിയത്. ഈ അവസ്ഥയിൽ തന്നെയാണ് ബംഗ്ലാദേശിലെ ഹൈന്ദവ വിശ്വാസികളും ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനകം നൂറുകണക്കിന് ഹൈന്ദവ വിശ്വാസികൾ തീവ്രവാദികളുടെ അതിക്രൂരമായ ആക്രമണത്തിന് പാത്രമായി ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസ്ഥയിലേക്ക് ഇനി ഇന്ത്യയെ മാറാതിരിക്കാൻ ഹിന്ദു ഉണർന്നിരിക്കണമെന്നാണ് വിലയിരുത്തുന്നത്. വിദേശ പാർലമെന്റിലടക്കം ബംഗ്ലാദേശിലെ ഹൈന്ദവ വേട്ടയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യയിൽ പ്രതിപക്ഷം യാതൊരു വിധത്തിലും വിദേശ രാജ്യത്ത് ഏതോ സ്വകാര്യ വ്യക്തിക്കെതിരെ എടുത്ത കേസിന്റെ പേരിൽ സഭ സ്തംഭിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഇന്നത്തെ ഹൈന്ദവ വേട്ടയിൽ നിന്നും ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷത്തിനും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 1946 ആഗസ്റ്റിൽ മുസ്ലിം ലീഗ് രൂപം കൊണ്ടതിനു ശേഷം രാജ്യത്തുണ്ടായ ഹൈന്ദവ വേട്ടയുടെ തുടർച്ചയാണിപ്പോൾ ബംഗ്ലാദേശിലും നടക്കുന്നതെന്നതാണ് യാഥാർത്ഥ്യം. അധികാര കൊതിമൂത്ത അന്നത്തെ രാഷ്ട്രീയ നേതൃത്വവും എല്ലാ കാലത്തും വിഭജിച്ച് ഭരിക്കാമെന്ന് വിശ്വസിച്ച ബ്രിട്ടീഷ് ഭരണകൂടവും ഇതിനെല്ലാം പിന്തുണയും നൽകി ഇടതുപക്ഷം ചേർന്ന് നടത്തിയ ഹൈന്ദവ വേട്ടയുടെ തുടർച്ചയാണ് ബംഗ്ലാദേശിലേതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്ന ബംഗ്ലാദേശിലേതും മറ്റ് രാജ്യങ്ങളിലെയും നേതാക്കളുമായി വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്യുന്ന പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളതെന്നും അദ്ദേഹം ശക്തമായി കുറ്റപ്പെടുത്തുകയുണ്ടായി. 28% ഹൈന്ദവ വിശ്വാസികളുണ്ടായിരുന്ന ബംഗ്ലാദേശിൽ ഇന്ന് 8% ഇവർ മാറിയെങ്കിൽ അത് ഇസ്ലാമിക ഭീകരവാദികൾ നടത്തിയ വംശഹത്യയുടെ ഫലമാണ് എന്ന് തന്നെ പറയാം. ഇതിനകം 3000-ഓളം കൊടിയ സംഭവങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ ബംഗ്ലാദേശിലെ സാഹചര്യം ഇന്ത്യക്ക് അനുകൂലമായി തീർക്കാൻ പറ്റുമായിരുന്നുവെങ്കിലും പ്രദേശം ഭീകരവാദികൾക്ക് തീരെഴുതി കൊടുക്കുകയായിരുന്നു അന്നത്തെ ഭരണകൂടം യഥാർത്ഥത്തിൽ ചെയ്തത്. അതിന്റെ തിക്തഫലമാണ് ഇന്ന് അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളടക്കമുള്ള ന്യൂനപക്ഷം പ്രധാനമായും അനുഭവിക്കുന്നതും. കാലങ്ങളായി ബംഗ്ലാദേശിനെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് യഥാർത്ഥത്തിൽ. അതിനുള്ള ഇക്കോസിസ്റ്റം എനർജികളെ ഉപയോഗിച്ച് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. NED, SAP എന്നീ സംഘടനകൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ അരാജകത്വം വളർത്തിയും സോഷ്യൽ മീഡിയകൾ വഴിയും പ്രക്ഷോഭങ്ങൾ നടത്തിയും ഇത് യാഥാർത്ഥ്യമാക്കുകയാണ് ശരിക്കും. അതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ അതിക്രമങ്ങളെല്ലാം. ഇത്തരം പദ്ധതികൾ തീവ്രവാദികൾ ഇന്ത്യയിലും നടത്തി വരുന്നുണ്ടെന്നും മുൻകരുതൽ എടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ലോകത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന മഹത്തായ ദർശനമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ബംഗ്ലാദേശിലെ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ അടിയന്തരമായി സമാധാന സേനയെ അയക്കാൻ ലോകരാഷ്ട്ര തലവന്മാർ തയ്യാറാവുകയും വേണം. ഒപ്പം ഇന്ത്യൻ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി.